നടുവിൽ HSL ആണ് പഠിക്കുന്നത് അല്ലേ? അതെ. ഉറുദു ഉപന്യാസ മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. ആഹാ, വലിയ സന്തോഷമായില്ലേ? ഇന്നലെയായിരുന്നു മത്സരം കഴിഞ്ഞത്. ആഹാ, ഈ ഉറുദു ഭാഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് കാസർഗോഡിനെ സപ്ത ഭാഷാ സംഗമം ഭൂമി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഉറുദു. അപ്പോൾ ഉറുദുവിനോടൊരു ചെറിയ ഇഷ്ടം പണ്ട് മുതലേ ഉണ്ടോ? പണ്ട് മുതൽ അങ്ങനെ അറിയില്ലായിരുന്നു. 8ാം ക്ലാസ് മുതലായിരുന്നു ഞാനിത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്നെ പഠിപ്പിക്കുന്ന സാറായിരുന്നു ഇത് വളർത്തിയെടുത്തത്. ഇഷ്ടമെല്ലാം വന്നത് അങ്ങനെയാണ്. അതെ, ഉറുദുവിനോടൊരു ഇഷ്ടം വന്നത്, ഉപന്യാസത്തോട് ഇഷ്ടം വന്നതൊക്കെ അങ്ങനെയാണ്. ഉറുദു ഉപന്യാസ മത്സരത്തിലല്ലാതെ മറ്റെന്തൊക്കെ പരിപാടിയിലാണ് ഇവിടെ പങ്കെടുക്കാറുണ്ട് സാധാരണ? ഉറുദു പ്രസംഗത്തിന് ഇപ്പം ജില്ലാ മത്സരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാണ് എൻ്റെ ഇത്. പദ്യം പാടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പദ്യം ജില്ലാ മത്സരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. പിന്നെ ഗസൽ പാടാറുണ്ട്. ഓക്കെ. അപ്പം ജില്ലാ മത്സരങ്ങളിലൊക്കെ ഇതിനു മുന്നേ ഫസ്റ്റ് A ഗ്രേഡൊക്കെ വാങ്ങിയിട്ടുണ്ട്? ഇല്ല, ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങിയിട്ടില്ല, സെക്കൻഡ് ആയിരുന്നു. അതെ, അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗസൽ പാടിത്തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിത്തരില്ലേ? പാടിക്കും. तेरे अंजाम पे रोना आया, जाने क्यों आज तेरे नाम पे रोना आया, मोहब्बत. ഓക്കെ. എവിടെ നിന്നാണ് ഗസൽ? ആരാണ് പഠിപ്പിക്കുന്നത്? ഗസൽ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സാറിങ്ങനെ പറയുന്നത് ഇഷ്ടം കൊണ്ട് അങ്ങനെ പഠിക്കുന്നതാണ്. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് സാറിന് മേടിച്ചെടുത്ത് അങ്ങനെയൊക്കെയാണോ പഠനം? അതെ. ഓക്കെ. ഗസലിന് എപ്പോഴും ഒരു ശോകമാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണോ? അതെ അതെ, കുറച്ചൊക്കെ ഇൻട്രോവേർട്ടാണ്. ഓക്കെ. പക്ഷെ എന്നാലും നമ്മൾ നന്നായി സംസാരിച്ചു. ഇനി നമുക്ക് അതൊക്കെ മാറ്റി വെച്ച്, കാരണം കലയുടെ ലോകത്തും അതുപോലെ പഠനത്തിൻ്റെ രംഗത്തും ഒക്കെ ഒരുപാട് മുന്നേറാനുള്ള മകളാണ്. അപ്പോൾ ഒരുപാട് ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരട്ടെ, ഒരുപാട് വിജയങ്ങൾ വന്നു ചേരട്ടെ. ഇനിയിപ്പോൾ സംസ്ഥാന തലം എന്ന് പറയുന്ന വലിയൊരു കടമ്പ മുന്നിലുണ്ട്. അവിടെയും ഇതുപോലെ മിന്നും വിജയം തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയുവാണ്. ഓക്കെ, നമ്മളോട് സംസാരിച്ചതിനൊക്കെ വലിയ സന്തോഷം. താങ്ക് യു.